നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും നമ്മുടെ ഇന്ത്യൻ സേനാംഗങ്ങളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അല്ലേ. ഈ തവണത്തെ ഓണം കഴിഞ്ഞപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഫോട്ടോ ആയത് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒരുപാട് സന്തോഷവും എന്ന ഉള്ളിലൊരു വിഷമവും തോന്നി. കാരണം നമ്മൾ സ്വസ്ഥവും സമാധാനമായിട്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ കുട്ടികളോടൊപ്പം ഓണം ആഘോഷിച്ചപ്പോൾ നമ്മുടെ ജവാന്മാർ അതിർത്തിയിൽ ഇതുപോലെ ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ കാട്ടിൽ അല്ലെങ്കിൽ തണുപ്പത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഓണം ആഘോഷിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അവർക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സദ്യയൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടത്. പക്ഷേ എത്രയോ ആളുകൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാവാതിരുന്നിട്ടുണ്ടാവാം. പട്ടാളക്കാർ മാത്രമല്ല കേട്ടോ, പല പല ദേശങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പല പല ആളുകൾക്ക് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ പട്ടാളക്കാരുടെ അടുത്ത സ്നേഹവും ബഹുമാനവും ഉള്ളത് അവർ നമുക്ക് നൽകുന്ന പ്രൊട്ടക്ഷനെ കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇപ്പോൾ ഏതാ നേപ്പാള്, അവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഏത് തോന്നിവാസം നടക്കുന്ന രീതിയിലേക്ക് പോയതെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇച്ഛാശക്തിയില്ലാത്ത ഭരണാധികാരികളും അതുപോലെ തന്നെ ശക്തമായ ഒരു പട്ടാള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളെ രാജ്യത്ത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ആളുകൾക്കുള്ള ദേശബോധവും അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഐക്യവും മറ്റൊരാൾക്കും ഇല്ല എന്ന് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കുത്തിത്തിരിപ്പുകാർക്കൊന്നും ഒരു കാര്യമില്ല. ഞാനിങ്ങനെ പറയാൻ കാരണം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പല പല ഓപ്പറേഷൻസ് നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്തെ സിസ്റ്റം അനുസരിച്ച് കൃത്യമായ നിയന്ത്രണങ്ങളും ശക്തമായ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റും. ഇത്ര പറയാനുള്ളൂ. മറ്റ് പല രാജ്യങ്ങളിലും നടക്കുന്ന കണ്ടിട്ട് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാണുന്നുണ്ട് അടുത്തത് ഇന്ത്യയിലാണെന്ന്. ഒരിക്കലും ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ധീരന്മാർ ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ബംഗ്ലാദേശ്, നേപ്പാളും മോഡൽ പരിപാടിയായിട്ട് ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ നെഞ്ചിൽ തുള വീഴും. പണ്ട് സ്കൂൾ ജീവിതം കഴിഞ്ഞപ്പോൾ NCCയുടെ 3-4 സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ റിക്രൂട്ട്മെൻറ്റ് പോയിരുന്നു ഞാൻ. അന്ന് 2-3 കടമ്പകൾ കഴിഞ്ഞ് 4ാമത്തേനെന്തോ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഞാനൊരു പട്ടാളക്കാരനല്ല. പക്ഷേ ഈ 45-ാം വയസ്സിൽ ആ യൂണിഫോം ഇടാനൊരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ അതിന് തയ്യാറാവും. എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകൾ അത് ചെയ്യാൻ തയ്യാറാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുള്ളത്. നമ്മളെ കുത്തിത്തിരിപ്പും പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ആരായാലും ഒറ്റപ്പെടുത്തുക. നമ്മൾ ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായി നിൽക്കുക. ജയ് ഹിന്ദ്.